Hi guys, welcome back to another video and welcome back to my channel. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് പർച്ചേസ്, നമ്മുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ബൾക്കിങ്ങിലാണ്. അപ്പോൾ ബൾക്കിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വീഡിയോയുടെ അവസാനം നമ്മൾ എത്ര രൂപ, ലൈക്ക് ഒരു മാസത്തേക്ക് നമുക്ക് എത്ര എക്സ്പെൻസ്, ഒരു ദിവസത്തേക്ക് എത്ര എക്സ്പെൻസ് വരും, ഒരു വീക്കിലത്തേക്ക് എത്ര എക്സ്പെൻസ് വരും, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ കോമഡി വീഡിയോ ആയിരിക്കും. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ആരൊക്കെ ഉണ്ടാവും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സോ ലെറ്റ്സ് ഗോ. അതുപോലെ തന്നെ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഒഫീഷ്യൽ വീഡിയോ ആഫ്റ്റർ ഗെറ്റിംഗ് മൈ ബസ്ക്കറ്റ് ഡൺ. ബസ്ക്കറ്റ് അടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒഫീഷ്യൽ വീഡിയോ ആണ്. സോ അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം എൻ്റെ ബസ്ക്കറ്റ് ഇഷ്ടമായി എന്ന്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഇവനാണ് എൻ്റെ ഇന്നത്തെ ക്യാമറമാൻ. കോമ്പറ്റീഷൻ്റെ പ്രിപ്പിലായതുകൊണ്ട് ഇവൻ ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മീല് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ താമസിച്ച് പോയി കഴിഞ്ഞാൽ ഇവന് കഴിക്കാനായിട്ട്. ലെറ്റ്സ് ഗോ ബാബു. Let's go guys, let's go. ഗേറ്റ് അടച്ചിട്ട് വന്ന് കയറാ. ഗോ. നമുക്കിനി അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മളെ ആ സൂപ്പർ മാർക്കറ്റിൽ ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്ന്. കാരണം കഴിഞ്ഞോണം ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കി. അടുത്ത സൂപ്പർ മാർക്കറ്റിൽ ഞാൻ എടുത്ത സൂപ്പർ മാർക്കറ്റിൽ അവർ കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ക്യാമറ അവർ അലൗ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ചെന്നിട്ട് ചോദിച്ചു നോക്കാം. റാൻഡമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ വേറൊരു കടയിൽ നിന്നാണ്. അവിടെ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ലൈറ്റിംഗ് ഇല്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത്. സംഭവം അന്നും ഇതുപോലെ തന്നെ. ഞാൻ അന്ന് അവിടെ പോയി, അവിടെ ഒരു ചെറിയ സ്ഥലം, ഫുൾ ഇരുട്ട്, അതുകൊണ്ട് കുറേ ആളുകളുണ്ടാവും, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, മൈക്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ആ പ്രശ്നമില്ല. കാരണം ഒരുപാട് സാധനങ്ങളുണ്ടാവും. നമുക്കിപ്പം എന്തെങ്കിലും എക്സ്ട്രാ എടുക്കണമെങ്കിലും അവിടെ നിന്ന് എടുക്കാം. അങ്ങനെയുള്ളൊരു മൂഡായതുകൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളും നോർമൽ കടയിൽ നിന്നൊക്കെ തന്നെയാണ് സാധനം വാങ്ങിക്കുന്നത്. ഇപ്പം ചില സാധനങ്ങൾ കിട്ടാത്തത് ഉണ്ടാവും, ചില സൂപ്പർ മാർക്കറ്റിലും കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും. ഈ കുക്കുംബർ, ലൈക്ക് ഞാൻ വാങ്ങിക്കുന്ന കുക്കുംബർ നൈസ് കുക്കുംബർ എന്ന് പറയും, നമ്മൾ നാടൻ കുക്കുംബർ അല്ലേ, അത് കുഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് എല്ലാ കടയിലും കാണില്ല. ഈ പച്ചക്കറി കട, ഹോൾസെയിൽ പച്ചക്കറി കട, അല്ലെങ്കിൽ അല്ലാതെയുള്ള പുറത്തുള്ള കടകളിൽ മാത്രമേ അത് കാണത്തുള്ളൂ. സോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ചിക്കൻ ഇതുപോലെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കത്തില്ല. സോ കോസ്റ്റ്ലി. നമ്മൾ പുറത്തുനിന്നുള്ള ഫ്രഷ് കട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് പല സാധനങ്ങൾ പല സ്ഥലത്തു നിന്നാണ് ഇന്ന് വാങ്ങിക്കേണ്ടത്. എല്ലാം നമ്മൾ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. ഹായ്, ദേ നമ്മുടെ ചേട്ടൻ. നമ്മുടെ പഴയ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മുടെ ചേട്ടായി. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ചാനൽ വളർന്നു. നമ്മള് അന്ന് വന്നപ്പോ 10,000 വരുന്നു, ഇന്ന് 75,000 ഫോളോവേഴ്സ് നമ്മുടെ ചാനലിൽ. അതാണ് നമ്മുടെ സാധാരണക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മുടെ ചാനൽ വളർന്ന. അത് നിങ്ങളെല്ലാരും ഉണ്ട് വീഡിയോക്കകത്ത്, ഇഷ്ടംപോലെ പേരുണ്ട്. പഴയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ള. അടിപൊളി അടിപൊളി. എല്ലാരും ചോദിച്ചു എവിടെയാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു 4 കാര്യമാണ്. ഓട്സ്, വീറ്റ് ഫ്ലവർ, അതുപോലെ തന്നെ ബസ്മതി റൈസ്. ഇത് 3 നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് കാർബ്. നമുക്ക് കാർബ് ഇത് മെയിൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയാണ് വേണ്ടത്. നമുക്ക് ഓൾറെഡി ഓട്സിൻ്റെയും മ്യൂസ്ലിയുടെയൊക്കെ സ്പോൺസർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓട്സ് ഒരുപാട് വാങ്ങിക്കണ്ട. ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഒരു ഓട്സ് എടുക്കാം. അത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, ഓട്സൊക്കെ ഏകദേശം ഓക്കെയാണ്. അപ്പം ഞാൻ കൂടുതലും ഈ ക്വയ്ക്കർ ഓട്സിൻ്റെയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു കഴിക്കാൻ നല്ല സുഖമാണ്. മറ്റേ ഞാൻ 2-3 ഓട്സ് ട്രൈ ചെയ്തിട്ടുള്ളത് അത്ര സുഖകരമല്ല. ഇത് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സോഫ്റ്റാണ്,
ഇത്തിരി നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കോഴിക്കറിൻ്റെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും. അത് മിൽക്കിൽ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറുക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഒരു വേ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ഇതെടുക്കാം. ഞാനൊരു ഇതെടുത്തിട്ട് വരണം. സോ അപ്പോൾ അത് നമുക്ക് ബസ്മതി റൈസ് എടുക്കാം. അന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടോ ബസ്മതി റൈസ്. ഞാൻ എപ്പോഴും ബസ്മതി റൈസിനും ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട്. നമുക്ക് ഏത് ബ്രാൻഡ് വേണം എടുക്കാം. നമുക്കിപ്പം കേട്ട് മറന്ന ബ്രാൻഡുകൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഉണ്ട്. നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെ എടുക്കാം. ഇത് ഐ തിങ്ക് ഒരു 1.2 kg. നെക്സ്റ്റ് വി നീഡ് വീറ്റ് ഫ്ലവർ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി. ഓക്കെ ഓക്കെ ഡൺ. ഇതല്ല അല്ലേ? ഓക്കെ താങ്ക് യു. ഗോതമ്പ് പൊടി പോലും അറിയാതാണുള്ള സാധനം വാങ്ങിക്കാൻ. സോ ഗൈസ്, ബ്രാഹ്മിൺസിൻ്റെ ഞാൻ ബ്രാൻഡൊന്നും നോക്കുന്നില്ല. നമുക്ക് ഗോതമ്പ് മതിയല്ലോ. നമുക്ക് അകത്തോട്ട് പോയാൽ മതി ചപ്പാത്തി. സോ അപ്പം ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. സോ അപ്പോൾ ചേച്ചി കറക്റ്റ് ഈ ഗോതമ്പ് ഇതെടുത്തെന്ന് ഹായ് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താ? ദീപ ചേച്ചി. ദീപ ചേച്ചി നമ്മളെ കറക്റ്റായിട്ട് ഗോതമ്പ് പൊടി എടുത്ത് കയ്യിലോട്ട് വന്നു. ഇതും ആശീർവാദിനും ഗോതമ്പ് തന്നെയല്ലേ? ആട്ടയല്ലേ? ചപ്പാത്തി ആട്ട. ഇതിനൊക്കെ നമ്മളിപ്പോഴായിട്ട് ഓരോന്നൊക്കെ മനസ്സിലാക്കണേ. എൻ്റെ പേഴ്സണൽ വീഡിയോ, ഷോപ്പിൻ്റെ വീഡിയോ അല്ല. ഷോപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ചേച്ചി ഞാനിങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. ലൈക്ക് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഷോപ്പിൻ്റെ പ്രൊമോഷൻ അല്ല, എൻ്റെ പേഴ്സണൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. ഞാൻ വെറുതെ പറഞ്ഞു. ഉജാല ഞാൻ യൂസ് ചെയ്യാറുണ്ട് വീട്ടിൽ. നമ്മൾ കേരളത്തിൽ മലയാളികൾ ഉജാല യൂസ് ചെയ്താറില്ലുണ്ടോ? ഇല്ല. എല്ലാവർക്കും എൻ്റെ ചേച്ചി പുതിയ പ്രൊഡക്റ്റൊക്കെ പരിചയപ്പെടും. ഉജാലയുടെ യങ് ആൻഡ് ഫ്രഷ്. അപ്പോൾ ഇനി പാത്രം കയറത് തുണി അലക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ നല്ല ഫ്രേഗ്രൻസ് ഉള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് ഉജാല യങ് ആൻഡ് ഫ്രഷ്. ഉജാല സെയിൽസ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ. ചേച്ചിയുടെ പേരെന്താ? രേഖ ചേച്ചി. അപ്പോൾ രേഖ ചേച്ചി ഒരു തംസപ്പ് കൊടുത്തോ. പവറുണ്ടാ? യൂട്യൂബ് എടുക്കുക. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇതൊക്കെ ചേച്ചി നമ്മുടെ കണ്ടിട്ട് സെർച്ച് ചെയ്തോ. ചേച്ചി തന്നെ ടൈപ്പ് ചെയ്തു. അല്ലെ അവർ പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തത്. GOKUL ഗോകുൽ. BIJU നീ വന്നു. എന്താ ഗൂഗിൾ ബജാജ് ട്രാൻസ്ഫോർമേഷൻ, ഗൂഗിൾ ബജാജ് മറ്റൊന്ന് വരച്ചത് കണ്ട. ഇതാണ് നമ്മുടെ വീഡിയോ. ചേച്ചി സൗകര്യം പോലെ നമ്മൾ മുഴുവൻ ജിമ്മും വർക്കൗട്ടൊക്കെയാണ് ചെയ്യുന്നത് മൊത്തം വീഡിയോക്കകത്ത്. വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചാനൽ അയച്ചു കൊടുത്താൽ ഈ പയ്യനെ അറിയാവോ, ഈ പയ്യനെ ഇന്ന് നമ്മൾ കടയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ മതി. ഇതെല്ലാം ഞാൻ ഇടും. ഇതൊന്നും കട്ട് ചെയ്തില്ല. നമ്മളെ കൊണ്ടൊരു ചെറിയ ഉപകാരം ചേച്ചിക്ക്. ഓക്കെ, അങ്ങനെ ചേച്ചിയുടെ സെയിൽസ് പോകുന്നെങ്കിൽ അങ്ങോട്ട് ആട്ടെ. വീട്ടിലേക്കല്ല, എനിക്ക് നമ്മൾ മീല് പ്രെപ്പ് ചെയ്ത് വെക്കാനായിട്ടും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ്റെ പ്രിപ്പയറാണ്ട് നമുക്ക് ട്രാവലിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കണ്ടെയ്നേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ കൊണ്ടുപോകും, ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ച് മറന്നിട്ട് തിരിച്ചു വരും. അതാണ് എൻ്റെ സ്വഭാവം. ഒരു 60% ആൾക്കാരും അങ്ങനെയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കൊണ്ടുപോയ പാത്രം തിരിച്ചു കൊണ്ടുപോയിരിക്കുക, അങ്ങനെ ഒരു സീനുണ്ടല്ലോ. അപ്പം വീട്ടിൽ കുറേ നാളായി പറയുന്നത് കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങി മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാനും പാക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും. സോ അപ്പോൾ നമുക്ക് ഈ ഒരു 3-4 വാങ്ങാം. കൂൾ. ഇത് 4 എടുക്കാം. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാനായിട്ട് ഒരു കണ്ടെയ്നർ ഞാനിങ്ങനെ ഓൺലൈനിൽ നോക്കുന്നുണ്ടായിരുന്നു, എപ്പോഴും നോക്കുന്നത്. ഇപ്പം ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോയി നോക്കും നമുക്ക് രസമുള്ള എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടെയ്നർ കിട്ടുമെന്ന്. ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദാറ്റ്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. സോ അപ്പം നല്ല തുറന്നൊക്കെ നോക്കാം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരെണ്ണം മതി. മെയിനായിട്ട് നമുക്ക് നോർമലി കിട്ടാത്തൊരു സാധനമാണ് ഒലിവ് ഓയിൽ. നമ്മൾ കുറേ സ്ഥലത്തും കടകളിലൊക്കെ അന്വേഷിക്കും. അപ്പോൾ നമുക്ക് ലോക്കലി ഭയങ്കര അവൈലബിലിറ്റി കുറവാണ് ഒലിവ് ഓയിലിന്. അപ്പോൾ ഞാൻ ഇവിടെ ഒലിവ് ഓയിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ബോട്ടിൽ ഒരെണ്ണം എടുക്കാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാട്ടോ. വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ ലോ കാലറി ആയതുകൊണ്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം എണ്ണയിൽ കുറച്ചൊക്കെ സോട്ട് ചെയ്ത് കുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ വീട്ടിലുള്ള ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അധികമാവാതിരുന്നാൽ മതി. നമുക്ക്
പ്രോബയോട്ടിക്സ് വേണം, അതുപോലെ തന്നെ നമ്മുടെ സെയിം തന്നെ പ്രോബയോട്ടിക് ഗ്രീക്ക് യോഗട്ട്. ഇതിൻ്റെ വലുത് കിട്ടുമോ നോക്കണം, വലുത് കാണത്തില്ല. എനിക്കൊന്ന് ഗ്രീക്ക് യോഗട്ടിന് വലുതുണ്ടടാ. യെസ് ഗൈസ്, ഇതാണ് ഞാൻ എപ്പോഴും നോക്കി നടക്കുന്ന സാധനമാണ്, വലിയ പാക്കറ്റ് കിട്ടുമോ എന്നുള്ളത്. കാരണം കുഞ്ഞിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യം നമ്മളിത് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ കുറേ നാൾ വെക്കൽ നടക്കത്തില്ല, കാരണം അടച്ചു വെക്കാൻ പറ്റാത്തവരോളം. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാം, ഫ്രിഡ്ജിലും പുറത്തും അകത്തൊക്കെ ആയിട്ട്. പിന്നെ ഇത് കഴിയുമ്പോൾ ഈ പാത്രം വേറെ എന്തെങ്കിലും കാര്യത്തിന് എടുക്കുകയും ചെയ്യാം. റീയൂസ് പ്ലാസ്റ്റിക്. ഞാൻ അയച്ചെന്നില്ല കാര്യം. ഗൈസ്, വിത്തൗട്ട് ഷുഗർ റെഡ് ബുള്ള്, വിത്തൗട്ട് ഷുഗർ. എന്തൊക്കെയുള്ളത് ഇതിനകത്ത്? നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ. കുഞ്ഞു പിള്ളേർ ഇത് യൂസ് ചെയ്യരുത്, ഹൈലി പ്രൊഹിബിറ്റഡ്. ഓക്കെ. 500 ml per day, 80 mg caffeine, 100 ml, nutrition information, sugar 0, added sugar 0, total fat, sodium, it's consumable. എല്ലാ ദിവസവും കുടിക്കാൻ പറയില്ല, വല്ലപ്പോഴൊക്കെ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാം, ഷുഗറില്ലല്ലോ. ചീസ് ഇസ് എ ഗുഡ് ഫാറ്റ് ഓപ്ഷൻ. ഗുഡ് ഫാറ്റിന് ചീസ് യൂസ് ചെയ്യാം, അതും ഡെയിലി ഒരുപാട് യൂസ് ചെയ്യണ്ട, കുറച്ച് കുറച്ച് വെച്ചിട്ട് ഡെയിലി നമുക്ക് ചീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ബൾക്കിംഗ് ടൈമിൽ ചില മീലൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്രെഡ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലോ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലോ ചീസ് സ്ലൈസസ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ്. അപ്പോൾ ഇത് ഒരുപാടാവായിരുന്നു, മതി കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം. ഗൈസ്, ഞാൻ കുക്കുംബറിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? ലൈക്ക് വലിയ കുക്കുംബർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര കഴിക്കാൻ എനിക്കിഷ്ടമല്ല കഴിക്കാനായിട്ട് വലിയ കുക്കുംബർ. ഞാൻ പറഞ്ഞ കുക്കുംബർ ഇതാണ്. ദിസ് ഇസ് ദ നൈസ് കുക്കുംബർ. കുഞ്ഞിത് കണ്ടോ? ഇത് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ കുക്കുംബർ വെറുത്തും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഭയങ്കര അടിപൊളിയാണ്, കഴിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ക്രിസ്പിയാണ് ഭയങ്കര. ഇത് വിൽ ടേക്ക് ഒരു കിലോ. ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കൊന്ന് മറ്റേ പ്രസ് ചെയ്ത് നോക്കുക ഒരുപാട് ഞങ്ങളുണ്ടോ. ഇതും ഒരു 1/2 കിലോ ക്യാരറ്റും, 1.5 കിലോ വരും. ഇതിലൂടെ ചേർക്കട്ടെ. ഇതൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതലെടുക്കാം. നോക്കടാ, കറക്റ്റ് 1 കിലോ. കണ്ട, കൈക്കണക്ക് തെറ്റൂല. ഗൈസ്, നമുക്ക് ഞാൻ നേരത്തെ കൊടുത്ത ക്യാരറ്റ് അത് 300 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് തികയ്ക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാമും കൂടെ എടുക്കാം. മുന്തിരിങ്ങ വാങ്ങിച്ചാലോ 1 കിലോ? ഒരു ബ്രാഞ്ച് വെച്ചൊക്കെ എത്രയാണ്? 300. ഒരു ചെറിയ കൊലയും കൂടെ എടുക്കാം. ഇത്ര മതി, ഒരുപാട് വേസ്റ്റാ. ദിസ് ഈസ് ഇനഫ്. അപ്പോൾ ഇതേ നമ്മൾ ഓരോ സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഷുഗർ പ്രോഡക്റ്റ്സ് ഉണ്ടാവും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിലേക്കൊന്നും നമ്മൾ കണ്ണ് പോകരുത്. നമ്മൾ ഡയറ്റിലിരിക്കുമ്പോഴത്തേക്കും ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരു രീതിയിലുള്ള ഷുഗർ കണ്ടന്റുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല. കഴിക്കാനെന്നല്ല, നോക്കാൻ പോലും പാടില്ല. കുറച്ച് പൊട്ടാസ്യം എടുക്കട്ടെ. ഇത് റോബസ്റ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് പറഞ്ഞ ഇത് റോബസ്റ്റ അല്ല, വേറെന്തോ ഒരു പേര് പറഞ്ഞേ. പണ്ട് പറയാ റോബസ്റ്റ വേറെ തരുന്നുണ്ട്, അവിടെ നിന്ന് വേറെ റോബസ്റ്റ, പച്ച റോബസ്റ്റ. ഏത്തപ്പഴം ഇതല്ല, ഏത്തപ്പഴം ഇത്. ദിസ് ഈസ് ഏത്തപ്പഴം, ദിസ് ഈസ് നദർപ്പഴം. മോറിസ്. യെസ്, ഞാൻ പറയില്ലേ അന്ന് ചേച്ചി സ്കോർ ചെയ്ത്. അതെ, ഇത് മോറിസ്. ഞാൻ വിചാരിച്ച് പിള്ളേർക്ക് പേരൊക്കെ പഴത്തിനിട്ട് വെച്ചേക്കൊന്ന്. അന്ന് അവിടെ നിന്ന് കണ്ട് ആരോ വിളിച്ചു പറഞ്ഞു അത് മോറിസ് ആണ്. ആരും ഇല്ല ഇപ്പോൾ അവിടെ. നമുക്ക് മിൽക്ക് വേണം. ഞാനിപ്പം കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഈ അമൂൽ താസയുടെ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാരണം ഒരു 5 ദിവസം 6 ദിവസമൊക്കെ 1 ലിറ്ററിൻ്റെ പാല് നല്ല രീതിയിൽ നിൽക്കും. 500 ml ഒരു ബോക്സാണ്. 1 ലിറ്ററിൻ്റെ വലിയ ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ സാധനമില്ല, ഇതിനകത്ത് തന്നെ പൊട്ടിച്ച് ഇതിനകത്ത് തന്നെ യൂസ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇത് പിന്നെ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, റെഡി ടു കുക്കാണ്, റെഡി ടു യൂസാണ്. നമുക്ക് ഡയറക്റ്റ് ഓട്സിൽ ഒഴിച്ചിട്ട് കഴിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു കൺവീനിയൻസ് ഉണ്ട് ഇതിന്. സോ അപ്പോൾ ഇത് 2 എടുക്കാം. ഇതെൻ്റെയാണേ, ഇതെൻ്റെയാ. എടാ, ഇതിനകത്ത് മുന്തിരിങ്ങ കണ്ട. ഈ മുന്തിരിങ്ങ വാങ്ങിച്ചാ? മുന്തിരിങ്ങ വാങ്ങിച്ചില്ലല്ലോ. ഇതും എൻ്റെയാണേ, ഇതും എൻ്റെയാണേ. ഇത് 2 ഞാൻ എടുക്കുവാണേ.
വണ്ടിയുടെ പേരെന്തോ? ഊട്ട വണ്ടിയാ? പേരെന്തുവാ? നിന്റെ പേരെന്തുവാ? പേര് പറ. അയ്യേ നാണം. ഇത്ര നേരം ഭയങ്കര അടിപൊളിയായിരുന്നേ, വന്നപ്പോഴത്തെ ഭയങ്കര പവർ ആയിരുന്നു. ആരെങ്കിലും വന്ന് പേര് വെച്ച നാണം. അയ്യേ ബെല്ലുണ്ടേ. ഹലോ ബ്രോ. എവിടെയാണ് ബ്രോ? ഓക്കെ. പിന്നെ ഇത് വ്ളോഗ് ലൈവാണ്. നീ എന്താണ് എന്റെ യൂട്യൂബ് ഫാമിലിയോട് പറയാനുള്ളത്? നീ വ്ളോഗില് ലൈവാണ്. ആ, വിഷ്ണു പൈറാഗ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. നീയാണ് ഇപ്പൊ ഞാൻ നീയോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അതെല്ലാം ഞാൻ കട്ട് ചെയ്യും. കോൺട്രവേഴ്ഷ്യലാണ്, കട്ട് ചെയ്യുവേ. ആ, ഇതിപ്പോ നീ പറയാൻ പോകുന്നത് ഞാൻ ടെലികാസ്റ്റ് ചെയ്യും. പറ, എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, ഈറ്റ് മോർ ആൻഡ് ഗെറ്റ് ബിഗ് ബ്രദേഴ്സ്. അവിടെ ഇരുന്ന് ചീറ്റ് മീൽ അടിച്ചോണ്ടിരിക്കുക. വിഷ്ണു ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇല്ലില്ല, ഇവൻ എന്റെ റേഷൻ കാർഡും കൊണ്ടേ പോളൂ. കോമ്പറ്റീഷൻ പ്രപ്പ് എന്നുള്ള പേരില് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടണത് ദൈവത്തിന് അറിയാം. കോമ്പറ്റീഷനൊക്കെ ഇറങ്ങും 11-നും 25-നും. നമ്മളിതേ ഗ്രോസറി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പർച്ചേസിങ് നടന്നോണ്ടിരിക്കുന്നു. ഓക്കെ ബൈ ബൈ. ടാറ്റ പറഞ്ഞേക്ക്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. അതങ്ങനെ എടുത്ത് ചീസ് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചില്ല. ഞാനല്ല, സൂക്ഷിക്കണം. തനിയെ ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. ബട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല ഒരു ഗുഡ് ഫാറ്റാണ് ബട്ടർ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഓവറായി കഴിഞ്ഞാൽ മാത്രമേ ബാഡാവുള്ളൂ. ലൈക്ക് നിങ്ങൾ ഓംലെറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സോട്ട് ചെയ്യുമ്പോഴോ ഒക്കെ കുറച്ച് ബട്ടർ യൂസ് ചെയ്യുക. ബട്ടർ ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ്. അപ്പോൾ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേർണിയിലാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ലിമിറ്റഡ് എമൗണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂണോ കുറച്ച് മാത്രം, ഒരു ചെറിയ രസത്തിന് മാത്രം ബട്ടർ യൂസ് ചെയ്യുക, ഒരു ടേസ്റ്റിന് വേണ്ടി. ബൾക്കിങ്ങിലാണെങ്കിലും കട്ടിങ്ങിലാണെങ്കിലും മെയിൻ്റനൻസിലാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ്. എഗെയിൻ ആൻഡ് എഗെയിൻ ഐ എം ടെല്ലിങ്, യൂസ് ചെയ്യാം വേണ്ട പോലെ. വീട്ടിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുന്നില്ല, കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. അവിടെയാ? ഓക്കെ, ലെറ്റ്സ് ഗോ ഗയ്സ്. അപ്പോൾ നമുക്ക് മസാല എടുക്കണം, ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ടിക്ക മസാല. ഇത് ബേസിക്കലി നമുക്ക് ഭയങ്കര കൺവീനിയൻ്റാണ് യൂസ് ചെയ്യാൻ. നമ്മൾ മറ്റേത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇത് ഒരെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഉള്ളൊരു 2 kg ചിക്കൻ ഒരുമിച്ച് മാരിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പകുതി എടുത്തിട്ട് 1 kg മാരിനേറ്റ് ചെയ്യാം. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി, എളുപ്പത്തിന് പണി നടക്കും. പിന്നെ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കാലറിയേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ കഴിച്ചാൽ മാത്രമേ 250 കാലറി ആവുള്ളൂ. ഇത് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചിക്കൻ മൊത്തത്തിലാണല്ലോ മാരിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു 100 ഗ്രാം 200 ഗ്രാം വെച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പം ഇറ്റ്സ് സോ ഈസി ടു കൺസ്യൂം. അടിപൊളിയാണ്. അല്ല ചേച്ചിക്ക് പ്രശ്നമുണ്ടോ വീഡിയോക്കകത്ത് വരാൻ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസൊക്കെ ഇല്ലേ? വീഡിയോക്കകത്തൊക്കെ വന്നാൽ എന്താ പ്രശ്നം അല്ലേ? പിന്നെ സെപ്പറേറ്റ് ബില്ല് കാണിക്കാം കേട്ടോ. ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ ഡയറ്റിന് വേണ്ടി സാധനം വാങ്ങിച്ചത് മാത്രമുള്ള ബില്ല് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് സോർട്ട് ചെയ്തിട്ട് അത് എഴുതി കാണിക്കാം. എഴുതി 1 മാസത്തേക്ക് എത്ര, ഒരാഴ്ചത്തേക്ക് എത്ര. എൻ്റെ ക്യാമറയുടെ പുറകെ നിൽക്കുന്നതിനെ കൊണ്ട് നമുക്കിന്ന് കണക്കപ്പിള്ള കാണാം. 2016 കാണാം. മമ്മൂട്ടി സംസാരിക്കില്ല ഇവിടെ. ചേച്ചി ഇത് ബാക്കി വേറെ കവർ തരുമോ? ചേച്ചി പോയിട്ട് വരാം. ഓക്കെ ബൈ. ഗൈസ്, നമ്മുടെ ഏകദേശം സാധനങ്ങൾ ഗ്രോസറീസ് വാങ്ങിച്ചു. ഇനി നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. അതിന് മുട്ട ആൻഡ് ചിക്കൻ വി നീഡ്. സോ അപ്പോൾ ലെറ്റ്സ് ഗോ.
പർച്ചേസ് ചിക്കൻ ആൻഡ് എഗ്. ബാ ഗൈസ്, നമുക്ക് ചിക്കൻ കടയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെട്ടി വാങ്ങിക്കേണ്ട സമയമില്ല. സോ നേരത്തെ പരിപാടി നടക്കും. ഞാൻ അങ്ങനെ ചെയ്യാറ്. ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ വിളിച്ച് കാര്യം പറയും, എന്നിട്ട് പുള്ളി എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും. പുള്ളി ഫോൺ എടുത്താൽ കൊള്ളാം. ആ ബ്രോ, ഹലോ ബ്രോ, ഒരു 2 kg ബോൺലെസ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കോ. ഓക്കെ, ഒരു 15 minutes വരാം. ഓക്കെ ശരി, ഡൺ. അപ്പോൾ അത് സോട്ടായി. ഇനി നമുക്ക് നമ്മുടെ ഡോഗ്സ് ഇല്ലേ, പിള്ളേർക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ പാർട്സും കൂടെ കട്ട് ചെയ്ത് വാങ്ങിക്കണം. അത് വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. हेलो जाकिर भाई, कैसे हो? अच्छा भाई, आप कैसे हैं? मैं ठीक है भाई. 1 kg करी पीस और 1 kg पार्ट्स जल्दी पैक करो. 10 minutes में आऊँगा. ഓക്കെ ബൈ. കണ്ടാ, അത്രേ ഉള്ളൂ. വലിയ സെറ്റാണ്. ഇനി നമ്മൾ നേരെ പോയി സാധനം വാങ്ങിച്ചാൽ മാത്രം മതി. അവിടെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതിന് മുമ്പേ നമുക്ക് 2 ട്രേ മുട്ടയും കൂടെ വാങ്ങിക്കണം. അതിന് മുട്ടക്കടയുടെ നമ്പർ എനിക്കില്ല. സോ അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് അറിയോ, അവരെനിക്ക് മറ്റേ ട്രേ തരും. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അത് തീരുമ്പോഴാണ് ഇത് ചെന്ന് വാങ്ങിക്കാറ്. എനിക്ക് തോന്നുന്നു വീട്ടിൽ 1 ട്രേ ഉള്ളൂ. അവർ 2 ട്രേയും കൂടെ വാങ്ങിക്കാൻ വേണ്ടി മമ്മിജി പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോർമൽ ട്രേക്ക് അത് 2 ട്രേ വാങ്ങിക്കാം. അതിനു മുമ്പ് എനിക്ക് ആ മുട്ടക്കട തുറന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. യെസ്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എഗ് മാർട്ട്. ഇത്ര മാത്രമുള്ള പിള്ളേരില്ലേ. കമോൺ ഗൈസ്, നമുക്ക് പോയി മുട്ട വാങ്ങി വരാം. ഇത്ര 2 ട്രേ. അവരില്ലേ പിള്ളേർ, അമ്മരെ വന്നില്ലേ? ഞാൻ ആലോചിച്ച് ഹെൽമെറ്റ് എവിടാ? അയ്യോ പറഞ്ഞിട്ടായിരുന്നു, ഇടിച്ച് വീണെങ്കിൽ തലയ്ക്കെന്തെങ്കിലും പറ്റും. വൈകിട്ട് ഞാൻ തരാം, വാ. ആ സമയത്ത് നമ്മുടെ ക്യാമറയിലായതുകൊണ്ട് എൻ്റെ ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ കത്തും, ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഡള്ളാവും. അതാണ് ഇതിൻ്റെ പരിപാടി. ഇത്ത മുട്ട എടുത്തോണ്ടിരിക്കുക. കണ്ടാ പ്രോട്ടീൻ ഇരിക്കണ ഇരിപ്പ് കണ്ടാ. കഴിഞ്ഞ ദിവസം ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്തതാണ്. മുഖത്തൊക്കെ ഭയങ്കര പിമ്പിൾസ്. എനിക്കൊന്ന് മോയ്സ്ചറൈസറിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് അത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടിട്ട് എടുത്താണ്. പക്ഷേ എൻ്റെ സ്കിന്നിന് ആ മോയ്സ്ചറൈസർ പിടിച്ചില്ല. സോ അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ പിമ്പിൾസാണ്, നിറച്ചുണ്ട്. അപ്പം ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റേ ഓയിൽമെൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അല്ല കുഴപ്പമില്ല, അതിനെ മുകളിലേക്ക് വെക്കാം. പതുക്കെ പോയാൽ മതില്ല, കുഴപ്പമില്ല. മിണ്ടാതെ ഉരിയാടാതെ കൊണ്ട് കെട്ടിക്കൊടു, പോയി വെച്ചിട്ട് വരാം. കുറച്ച് റിസ്കി ഷോട്ടാണ്, പക്ഷെ എന്നാലും നമ്മൾ ചേച്ചിക്ക് കെട്ടാറില്ല. നമ്മളിനി കെട്ടിയിട്ട് പൊട്ടിപ്പോണ്ട, നമുക്ക് വെച്ചാൽ മതിയല്ലോ. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടിയിൽ പോരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ആലപ്പുഴ ടൗണിൽ നിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ കണ്ട തട്ടി വീണ് കഴിഞ്ഞാൽ തലയടിക്കത്തില്ലേ? ഇടിച്ചു കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ആണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയില്ല. ആർക്ക് പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോയി. 280 140 ഒരു ട്രേക്ക്. നിനക്ക് വൈകിട്ടാണോ വർക്കൗട്ട്? ഇവനുണ്ട് 4:30. നിങ്ങളെങ്ങോട്ട് എന്താ പരിപാടി? എന്തായിരുന്നു പരിപാടി? വെക്കേഷനാന്നൊക്കെ. ഡയറ്റ് എടുക്കുന്നുണ്ടോ? പൈസ ഇല്ല. പെടാ പോടാ, കാറ്ററിങ്ങിന് പോടാ. പറ്റത്തില്ലായിരിക്കും അല്ലേ? സ്റ്റാറ്റസിന് പറ്റത്തില്ലായിരിക്കും കാറ്ററിങ്. എടാ വീട്ടിൽ പറയാതൊക്കെ വേണം പോവാൻ. എന്തൊക്കെ ചെയ്യുന്നു വീട്ടിൽ പറയാതാ? കാറ്ററിങ്ങിന് പോകാൻ പറ്റത്തില്ലെന്ന്. ശരി എന്നാ, പോയിട്ട് വരാം, വൈകിട്ട് വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ട വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് ചിക്കനാണ്. ചേട്ടാ പൊക്കോ. ഒരു വയലൻസിന് താല്പര്യമില്ല. അപ്പോൾ ചിക്കൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബോൺലെസ് ആണ് യൂസ് ചെയ്യുന്നത്. ബോൺലെസ് ഞാൻ വാങ്ങിക്കുന്നത് സുഗുണ ചിക്കൻ, നമ്മൾ ഈ ഡേ ഫ്രീസ് പോലത്തെ ഫ്രഷ്ലി കട്ട് മീറ്റ്സ് കിട്ടുന്ന സ്ഥലത്തു നിന്നാണ്. സോ അപ്പോൾ അവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ പീസസ് കിട്ടും. എനിക്ക് മറ്റേ സ്ഥലത്ത് നിന്ന് ബോൺലെസ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ബോണൊക്കെ അവിടെ ഇവിടെയൊക്കെ വരും. നമ്മൾ ഈ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മോണയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ ബോൺലെസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പീസിൽ ചെറിയ എല്ലുണ്ടാവും. സോ അപ്പോൾ അത് ഭയങ്കര സീനായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാലും നമ്മുടെ ജിമ്മിലെ പയ്യനാ ഫോണും വിളിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു. എടാ എന്താണ് ഇവന്മാർക്ക് ഇങ്ങനെ? നന്നായിക്കൂടെ? ഫോൺ വിളിച്ച് ഒരു കയ്യിൽ ഫോണ് മറ്റേ കയ്യിൽ വണ്ടി പറയുന്നിട്ട് നമ്മൾ മറ്റേ തന്തവൈബെന്ന് പറയും. ദിസ് ഇസ് മെച്യൂരിറ്റി ബ്രോ, തന്തവൈബല്ല. ബോൺലെസ് ചിക്കൻ വാങ്ങി വരാം ഗൈസ്. വാടാ കുട്ടാ. ചലോ ബ്രോ, 2 kg ബോൺലെസ് ഡൺ. ബ്രോ ഇടയ്ക്ക് ചോദിക്കാറില്ല നിന്ന് വീഡിയോ എടുക്കുന്നില്ല, നിന്ന് വീഡിയോ ഉണ്ട്.
അങ്ങനെയാണ് ഞാൻ ഇപ്പൊ തന്നെ മാറിയേക്കാത്. ഇല്ല, ഇനി ഓഗസ്റ്റിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക, ഹൈദരാബാദ്. അത് നാഷണൽസാ. അപ്പൊ അത് ഓഗസ്റ്റിലാണ്. അപ്പൊ അതിന്റെ ബൾക്കിങ് ഇപ്പൊ നടക്കണം. എത്രയായിരുന്നു ബ്രോ? 740 rupees ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. പോയിട്ട് വരാം. നമുക്കിനി വീട്ടിലേക്കുള്ള കറിയുടെ പീസും നമ്മുടെ ഡോഗ്സിന് പിള്ളേർക്കുള്ള മറ്റേ പാർട്സ് ഇല്ലേ ബിരിയാണി വെക്കാനായിട്ട്, അതും കൂടെ വാങ്ങിച്ചിട്ട് വരാം. അതിവിടെ അടുത്ത് തൊട്ടപ്പുറത്താണ്. ചലോ ജാക്കിർ ഭായ്, 1 kg parts. 1 kg parcel. Parts fresh hai? Fresh. Very good. Bhaiya, this is Zakir bhai. Yes. Our chicken bhai. भाई ये YouTube वीडियो है. क्या बोलना है YouTube फैमिली के? കുഴപ്പമില്ല, നല്ലുണ്ട്. മലയാളത്തിൽ നീ ഹിന്ദി പറഞ്ഞ് കഷ്ടപ്പെടുന്ന, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. മലയാളം പറയും. യൂട്യൂബിലെ ആൾക്കാർക്ക് വേണ്ടി ബായിക്ക് എന്താ പറയാനുള്ളത്? നല്ല സുഖമുണ്ട്. സുഖമുണ്ട്. നല്ല സാധനമാണ്. നല്ല ആളാണ്. ഒരിക്കലും ചിക്കൻ ഒരിക്കലും പാർട്സ് മേടിച്ച് ക്യാഷ് ടു ക്യാഷ് ഡീലിംഗ് ഫസ്റ്റ് ക്ലാസ് ഡീലിംഗ്. സബ്സ്ക്രൈബ് ചെയ്യോ, കുഴപ്പമില്ല. നല്ല ആളുണ്ട്. അതെ അല്ലേ? അപ്പോ ശുക്രിയ. താങ്ക് യു. ബൈ ബൈ. ഓക്കെ. പോയിട്ടാ യൂട്യൂബ്. ആ പോയിട്ട് ബൈ. എല്ലാം ഉണ്ട്. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീടെത്താറായി, വീടിന്റെ വളവ് കയറാറായി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ഞാനിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് എങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ തരുന്നു. ഒരു ബോൾ കിടക്കുന്നു, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പിള്ളേരുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഴിയിലൊരു ബോൾ കിടന്നാൽ അവിടെ ഒരു കുട്ടി ഉണ്ടാകും എന്ന് വെച്ച് നമ്മൾ കെയർഫുൾ ആയിട്ട് വണ്ടി എടുക്കുക. ഒന്നില്ല വീട്ടിൽ നിന്നോ ഇടവഴിന്നോ എവിടെന്നെങ്കിലൊക്കെ ഒരു കൊച്ചോടി വരും. ഇതാരും ചെയ്തിട്ട് മുത്തു ഇപ്പൊ ഇങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, ഇത്രയ്ക്ക് സ്നേഹം എന്തിനാ? വാ ഗൈസ്, നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കാം. ഗൈസ്, മുട്ടയ്ക്ക് കെട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇത്താൻ മാത്രമേ ഉള്ളായിരുന്നു. ഇത്രയ്ക്ക് കെട്ടാൻ അറിയത്തില്ല. അപ്പൊ ഇത്ത പറഞ്ഞ് ഇങ്ങനെ തരാ, കൊണ്ടുപോകാൻ പറഞ്ഞു. അതെ, യെസ്. ബാക്കി അപ്പുറത്തുനിന്ന് ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റാ. നിന്റെ മീലെടുത്തോണേ. ആ സൂപ്പർ മാർക്കറ്റിലുള്ളവർക്കൊക്കെ എന്ത് സ്നേഹം. ആ സെക്യൂരിറ്റി ചേട്ടനുണ്ട് ഫ്രണ്ടിലത്തെ, പുള്ളിയാണ് ഓടി വന്നിട്ട്, മോനെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, ഭയങ്കര അടിപൊളി, പ്രീമിയറിൽ. ഞാൻ പറഞ്ഞു വീഡിയോ എല്ലാം കണ്ട് ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പുള്ളിക്കാരനെ ഓടി വരുവോ, ഓക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ വേണോ, ഹെൽപ്പ് വേണോ? അവരുടെ ഒന്നും വേണ്ട, കുഴപ്പമില്ല, നിങ്ങളുടെയൊക്കെ സ്നേഹം. ഉണ്ട്, വീഡിയോ ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ അന്ന് വന്നപ്പോൾ 10,000 ആയിരുന്നു, നമ്മൾ 75,000 ആയി. ഞാൻ കാണാറുണ്ട്, ഭയങ്കര സന്തോഷം, ഞാൻ ആ വീഡിയോ ഇഷ്ടംപോലെ പേർക്ക് അയച്ചു കൊടുത്തായിരുന്നു, ഞാൻ അതിനകത്തൊക്കെ ഉള്ളതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു. നീ പാത്രം വാങ്ങിച്ചേ, ഇത് നോക്കിയേ. ഞാൻ പറയണമെന്ന് വെച്ചു, പക്ഷേ ചിലപ്പോ പറയും അമ്മ അങ്ങനെയൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ബാക്കി എടുത്ത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇത്രയും സാധനം വാങ്ങിച്ച്, മുട്ട, കുറച്ച് വെജിറ്റബിൾസ്, ചിക്കൻ അമ്മതെ വാഷ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പം ഒരു കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര രൂപയാവും ഒരു മാസത്തേക്കുള്ളത് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളത്, ഒരു ദിവസത്തേക്ക് ഓൾമോസ്റ്റ് എത്രയാവും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഒരു മാസത്തേക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ചല്ലോ, ഞാൻ അതിൽ ഒലിവ് ഓയിലുണ്ട്, യോഗട്ട് ഉണ്ട്, ചീസ് ഉണ്ട്, ഓഫ് കോഴ്സ് കുറേ സാധനങ്ങളുണ്ട്. ഞാൻ വാങ്ങിച്ച ഗ്രോസറീസ് മാത്രം കേട്ടോ പറയുന്നത്, ഗ്രോസറീസ് മാത്രം, പച്ചക്കറിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന് ഏകദേശം 2,750 രൂപ, 2,800 രൂപ അടുത്ത് ആവുന്നുണ്ട്. ഇത് ഒരു മാസത്തേക്കില്ല, എന്നാലും ഒരു ആവറേജ് സാധനം നമുക്കൊരു 3,000 രൂപ 3,500 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മാസം എങ്ങനെ പോയാലും ഡയറ്റ് എടുക്കാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. കാരണം പെർ ഡേ എക്സ്പെൻസ് മിനിമം നമുക്കൊരു 150 to 200 വരത്തുള്ളൂ. 200 rupees അടുത്ത പെർ ഡേ എക്സ്പെൻസ് വരത്തുള്ളൂ. അതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണോ, ലൈക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഡയറ്റ് പോകുന്നത് അതനുസരിച്ചിരിക്കും. ലൈക്ക് ഇപ്പം ഒരു ആവറേജ് പേഴ്സൺ ബൾക്ക് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത്ര ഗ്രാം പ്രോട്ടീൻ, അതിൽ നിന്ന് ചിക്കനിൽ നിന്നായിരിക്കും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ എഗ്ഗിൽ നിന്നായിരിക്കും. മെയിൻ സോഴ്സ് എന്ന് ചിക്കൻ, എഗ്ഗാണ്, പിന്നെയാണ് വേ പ്രോട്ടീൻ വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഇത്രയും രൂപ ആവുന്നുള്ളൂ. പെർ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഹാർഡ്ലി 200 rupeesൻ്റെ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. 200 ആവില്ല, 200-ലും കുറവേ വരത്തുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലം, വാങ്ങിക്കുന്ന രീതി, എവിടെ നിന്നാണോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുക, അപ്പോൾ ഓരോ സ്ഥലത്ത് വെച്ച് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ നോക്കിയിട്ട് നമ്മൾ
ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ലൈക്ക് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒലിവ് ഓയിൽ കട്ട് ചെയ്തു, ചീസ് കട്ട് ചെയ്തു, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ എക്സ്പെൻസസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1750 രൂപ 1800 രൂപ ഈ റേഞ്ചിലാണ് വരുന്നത്. അതും 2 kg ചിക്കൻ വെച്ച് കൂട്ടിയിട്ട്. 2 kg ചിക്കൻ്റെ ആവശ്യമില്ല, നിങ്ങൾ 1 kg വാങ്ങിക്കുന്നെങ്കിൽ 1390 രൂപ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രേ ആവുന്നുള്ളൂ. മൊത്തത്തിൽ ഡയറ്റ് എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആണെന്ന് പറയുന്ന ആൾക്കാർക്കാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഡയറ്റാണ് ഏറ്റവും എളുപ്പം, കൺസ്യൂം ചെയ്യാനും കുക്ക് ചെയ്യാനും എല്ലാം എളുപ്പം ഡയറ്റാണ്. ഡയറ്റ് മീലാണ് ഏറ്റവും എളുപ്പം. ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ഡയറ്റ് എടുത്തിട്ടുണ്ട്, അല്ലാതെ എക്സ്പെൻസീവ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയത് ഡയറ്റ് മീലാണ്. കാരണം കുക്ക് ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിലും കുക്ക് ചെയ്ത് വെക്കാനാണെങ്കിലും എല്ലാം എളുപ്പം. അതുപോലെ തന്നെ ബഡ്ജറ്റും അതുപോലെ തന്നെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതാണ് ഒരു കൺക്ലൂഷൻ. പെർ ഡേ ഓൾമോസ്റ്റ് 200, 190 to 200. നിങ്ങളുടെ ഡയറ്റ് ഭയങ്കര സർപ്ലസിലാണ്, ഇഷ്ടംപോലെ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 220 ആ റേഞ്ചിലേക്ക് പോകും. നിങ്ങളൊരു കട്ടിങ് ഫേസിലാണെങ്കിൽ ഒരു 190, 180 റുപ്പീസൊക്കെ മതി ഒരു ദിവസത്തെ ഡയറ്റിന്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയറ്റ് അല്ല, വളരെ ബേസ് ആയിട്ടുള്ള ചപ്പാത്തിയും ഓട്സും റൈസും മാത്രം കാർബ് സോഴ്സായിട്ട് വെച്ച് ചിക്കനും എഗ്ഗും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നോർമൽ ഡയറ്റാണ് നമ്മൾ പറയുന്നത്. ഇത് ആവറേജ് നോർമൽ, നേരെ പോ, ഒരു രീതിയിലുള്ള ഫാൻസിനെസ്സും ഇല്ല, മറ്റതില്ല മറിച്ചതില്ല, ലൈക്ക് അവക്കാഡോ അങ്ങനത്തെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വേണേൽ ഡയറ്റ് കൊണ്ടുപോകാം. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളും ഇപ്പം സാൽമൺ, ടർക്കി, അപ്പം അങ്ങനത്തത്, റെഡ് മീറ്റ് എല്ലാം വെച്ചിട്ടും ഡയറ്റ് കൊണ്ടുപോകാം, ഇങ്ങനെയും ഡയറ്റ് കൊണ്ടുപോകാം. ഇത് ആവറേജ് വേ ഓഫ് ഡയറ്റിംഗ് ആണ്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വെച്ച് മാത്രമാണ്. ഞാൻ കഴിഞ്ഞൊരു 1.5-2 കൊല്ലമായിട്ട് ഡയറ്റ് എടുക്കുന്നതും ഈ സെയിം സാധനം, ഒരു മാറ്റവും ഇല്ല, ഇതൊക്കെ തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. സർപ്ലസിൽ കഴിക്കുമ്പോൾ ലൈക്ക് ബൾക്കിങ്ങിന് കഴിക്കുമ്പോഴത്തേക്ക് ഈ സെയിം സാധനം കൂടുതൽ കഴിക്കും, ഡെഫിസിറ്റിൽ കഴിക്കുമ്പോഴത്തേക്ക് ഈ സെയിം സാധനം തന്നെ കാലറി കട്ട് ഡൗൺ ചെയ്യും. ഇതാണ് എൻ്റെ ഡയറ്റിൽ വരുന്നത്. ഒന്നിനും ബൾക്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് മീല് ഡയറ്റ് അങ്ങനെയൊന്നുമില്ല, കട്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഡയറ്റ് ഒന്നുമില്ല. സെയിം സാധനങ്ങൾ തന്നെ കൂടുതൽ കഴിക്കുമ്പോൾ സർപ്ലസ് ആവും, കുറച്ച് കഴിക്കുമ്പോൾ ഡെഫിസിറ്റ് ആവും. ഒൺലി തിങ് യു ഹാവ് ടു ടേക്ക് ഇൻ ഇസ് പ്രോട്ടീൻ ഗോൾസ് മെറ്റ് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ഓരോ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് മിനിമം 1.7 അല്ലെങ്കിൽ 1.5 ഗ്രാം എങ്കിലും പ്രോട്ടീൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസിൽ ബിൽഡിങ് നടക്കില്ല. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഡയറ്റ് എടുക്കാനായിട്ട്. ഡയറ്റ് മീലിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ഷൻ, ഇതാണ് എൻ്റെ ഡയറ്റിൻ്റെ റോ മെറ്റീരിയൽസ്. നോ റോക്കറ്റ് സയൻസ്, നോ സ്പെഷ്യൽ തിങ്സ്, ഇത്രേ ഉള്ളൂ. പിന്നെ വേ പ്രോട്ടീനും യൂസ് ചെയ്യും. അത് നിങ്ങൾക്കറിയാം ഞാൻ ഏത് വേ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു സ്കൂപ്പ് പ്രോട്ടീനാണ് ഒരു ദിവസം എടുക്കാറ്. ഞാൻ ഒരുപാട് പ്രോട്ടീൻ സ്കൂപ്പിലേക്ക് കൺസ്യൂം ചെയ്യാറില്ല, കാരണം ഞാൻ ഓൾറെഡി ഫുഡ് സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ മെറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ മതി ഒരു ദിവസം. സോ ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തർക്ക് ഒരു രീതി ആയിരിക്കാം. ചിലപ്പോൾ 2 സ്കൂപ്പ് പ്രോട്ടീൻ എടുക്കേണ്ട ആൾക്കാരുണ്ടാവാം, ഫുഡിൽ നിന്ന് ഇത്രയും മെറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. അങ്ങനെ നോക്കുമ്പോൾ 2 സ്കൂപ്പ് പ്രോട്ടീൻ എടുക്കാം. അപ്പം നമുക്ക് ഇത്രയും ചിക്കനും മുട്ടയും കഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ എക്സ്പെൻസ് ചുരുങ്ങും. അപ്പോൾ നമ്മൾ വേ പ്രോട്ടീന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക്, ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. 4000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഫുള്ള് ഡയറ്റ് ഓടിക്കാം എന്ന് ഞാൻ പ്രൂവ് ചെയ്ത ആളാണ്. ഞാനിപ്പോഴും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർ ഡേ ഒരു 200 രൂപയായിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കാൻ ഞാൻ പറയില്ല. നമ്മൾ ഒരാഴ്ചത്തേക്ക് പർച്ചേസ് ചെയ്യുക. ഒരാഴ്ചത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 800, എൻ്റെ രൂപ കറക്റ്റ് ആണെങ്കിൽ 800 to 9,000 റുപ്പീസിനടുത്ത് വരത്തുള്ളൂ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാം. അത് ക്ലീൻ ആയിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കാം, മനസ്സിലായോ? അപ്പോൾ തിങ്ക് വൈസ്ലി. ഡയറ്റ് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്, ഡയറ്റ് മീൽ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്ന ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് കാണാൻ പറയുക, എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് വെച്ചിട്ട് ഞാൻ എന്താണ് കഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്, ഹൗ ഐ ട്രാക്ക് മൈ കാലറീസ്, അല്ലെങ്കിൽ ഹൗ ഐ കാൽക്കുലേറ്റ് ഫുഡ് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് വീഡിയോ കുറച്ച് എൻ്റർടൈൻഡ് വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കുറേ ആളുകളെ കാണാൻ പറ്റും, കുറേ ന്യൂ ഫേസസ് വരും. അവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ അവിടുത്തെ ആ വൈബിൽ നിന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ച് അതുപോലെയൊക്കെ തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പരിപാടികളൊക്കെ. എൻ്റെ ആദ്യത്തെ പർച്ചേസിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ പോയ ആ സെയിം സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് പോയത്. അപ്പോൾ ആ ചേട്ടന്മാരുടെയൊക്കെ സ്നേഹവും ചേച്ചിമാരൊക്കെ നമ്മൾ കാണാറുണ്ട്, എല്ലാം പറയുന്നതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇവർ നമ്മളെ കാണാറുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സോ ഹാപ്പി. അതൊക്കെയാണ് പരിപാടികൾ, അതൊക്കെയാണ് ജീവിതം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇല്ലാത്തതിനെ പറ്റിയൊരു സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളതൊക്കെ ഹാപ്പി ആയിട്ട് മൂഡായിട്ട് കൊണ്ടുപോവുക. ദാറ്റ്സ് ഇറ്റ്. എല്ലാവരോടും നല്ലോണം പെരുമാറാൻ പഠിക്കുക, നല്ല ചിരിക്കുക, ആൾക്കാരോടൊക്കെ ചിരിച്ച് സംസാരിക്കാൻ പഠിക്കുക. അപ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളെ നോക്കി ചിരിക്കും, സംസാരിക്കും. അപ്പോൾ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൂൺ വി വിൽ ബി ഹിറ്റിംഗ് 100K പ്ലേ ബട്ടൺ നമ്മൾ ഉടനെ നമ്മുടെ കയ്യിൽ
വാങ്ങിക്കും എന്ന തീർച്ചയായ വിശ്വാസത്തിൽ ഞാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദിസ് ഇസ് ഗോകുൽ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, അൺടിൽ നെക്സ്റ്റ് ടൈം.